ഹലോ, നമുക്കൊരു ലിവർ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? ബീഫ് ലിവർ റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണോ? എല്ലാവർക്കും ഇറ്റ്സ് മീ അമരേൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ലിവർ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാവും നമുക്ക് നോക്കാം. ഏതായാലും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിൻ്റെ ലിവർ നമ്മളൊരു കുക്കറിലേക്ക് മാറ്റണം കേട്ടോ. എന്നിട്ട് ഇത് 2-4 വിസിലടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കാൻ വേണം. അതിലേക്ക് ഇടണ പൊടികൾ കാശ്മീരി മുളക് പൊടി, നമ്മുടെ സാധാ എരിവുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ്, പിന്നുള്ളത് നമ്മളെന്താ പറയുക ഗരം മസാല, പിന്നെ പെരിഞ്ചീരകം, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, അങ്ങനത്തെ ഇത്രയും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടോ. കുറച്ചൊരു 2 സെക്കൻഡ് നല്ലതുപോലെ കുഴച്ച് മസാല എല്ലാം കൂടി ഇതിൻ്റെ മേലെ പിടിക്കണവർ ഉപ്പും നോക്കുക, ഉപ്പുണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ ഞാൻ കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു, ചെറുനാരങ്ങ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വിനാഗിരി ഒഴിച്ച് അങ്ങനെ അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് ഒരു 15 മിനിറ്റ് ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. എന്നിട്ട് അത് നല്ലതുപോലെ എന്ത് ചെയ്തു, ഒരു 2-3 വിസിലടുപ്പിച്ചു. എന്നിട്ട് വേവിച്ചെടുത്തു. എനിക്ക് തോന്നുന്നത് ബീഫിൻ്റെ അത്ര വേവിതിനുണ്ടാവില്ല എന്നാണ്. അങ്ങനെ ഒരു 3 വിസിലടുപ്പിച്ചിട്ടുള്ളൂ. തുറന്ന് നോക്കിയപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. നമുക്കിതിന് റോസ്റ്റ് ആക്കിയെടുക്കാം. ഇനി എന്ത് ചെയ്യാറോ, ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് തേങ്ങാക്കൊത്തിടുക. പിന്നെ അതിലേക്ക് ഇടുന്നത് എന്താണെന്ന് അറിയാം, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി നല്ലതുപോലെ ചതച്ചതും, ഒരു ചെറിയൊരു സവാള, ഒരു ഇടത്തരം സവാള ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിലായിരുന്നതും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് എന്താ പറയുക, ഞാൻ വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല ഈ ഉള്ളിൻ്റെ ഇതിലേക്ക് കേട്ടോ. ഞാൻ നേരെ ഈ ബീഫിൻ്റെ ലിവർ വേവിച്ചില്ല, അത് നേരെ ഇതിലേക്ക് ഒഴിക്കുക ചെയ്തത്. പിന്നെ ഉള്ളി കുറച്ചൊന്ന് വാടാൻ വേണ്ടിയിട്ടും ഉള്ളിക്ക് ഒരു ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ച് ഉപ്പ് മാത്രം ചേർത്തു കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി നല്ലതുപോലെ വാടി ആയതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക, ഈ നേരത്തെ വേവിച്ച് വെച്ച ബീഫിൻ്റെ ലിവർ ഇതിലേക്ക് നേരെ ഒഴിച്ചു കേട്ടോ. എന്നിട്ട് അതെന്ത് ചെയ്യുക, നല്ലതുപോലെ ഡ്രൈ റോസ്റ്റാക്കി വരട്ടിയെടുത്തു. ചെറിയ തീയിലിട്ട് ഇളക്കി വരട്ടിയെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഡിഷായിട്ടുള്ള ബീഫിൻ്റെ ലിവർ റോസ്റ്റ് ഞാൻ തയ്യാറാക്കിയത്. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ ഉപ്പുണ്ടോ, അങ്ങനത്തെ ആ ടേസ്റ്റ് മാത്രം കേട്ടോ. പക്ഷേ ലിവർ ഞാനങ്ങനെ കഴിച്ചിട്ടില്ല. ഏതായാലും ഇന്നൊന്ന് കഴിച്ചു നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഏതായാലും മക്കൾക്കൊക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അവരിതൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയതാണ്. ഏതായാലും ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിൽ ഉണ്ടാക്കിയതാണ്. ഒന്ന് ജസ്റ്റ് ഒരു പീസെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ട്. സാധാരണ ബീഫ് ഉണ്ടാകുമ്പോൾ ഇത് അതിൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ, പക്ഷെ ഞാനങ്ങനെ കഴിക്കില്ല ആ സാധനം, ലിവറേ. അപ്പോൾ ഏതായാലും ഇന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ സെമി ഗ്രേവി ആക്കാൻ ആദ്യം വിചാരിച്ചു, പിന്നെ വിചാരിച്ചു ഡ്രൈ റോസ്റ്റ് എന്തായാലും ഉണ്ടാക്കാന്നുള്ളത്. അങ്ങനെ ഞാൻ നല്ലതുപോലെ ഇളക്കി ചെറിയ തീയിലിട്ടിട്ട് നല്ലതുപോലെ അങ്ങ് എന്താ പറയുക വരട്ടി അങ്ങ് എടുത്തു കേട്ടോ. അപ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറും. നിങ്ങൾക്കിത് വേണമെങ്കിൽ എന്താ പറയുക ഈ ഗ്രേവി ഈ സ്റ്റേജിൽ നിർത്താം. അപ്പോൾ കുറച്ചൊരു വാട്ടർ കണ്ടൻറ്റ് കൂടി ഉണ്ടാവും. ഞാൻ പിന്നെ നല്ലതുപോലെ ഡ്രൈ ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കളറിനും ഒരു ഡാർക്ക് കളർ വരും. പിന്നെ ഇത് നിർത്തി ഇങ്ങനെ ചെറിയ തീയിലിട്ട് ഇങ്ങനെ വേവിച്ചാൽ നല്ലപോലെ കറുത്ത കളർ കിട്ടിക്കോളും. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റും ഉണ്ടാവും തോന്നുന്നു. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയുന്നുണ്ട്.